ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചു സ്വീറ്റ് ഹോം. അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞൊരു റിവ്യൂ വീഡിയോ ആയിട്ട്, റിവ്യൂ എന്ന് പറയാൻ പറ്റൂല, ഞാൻ വാങ്ങിയ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഒരു ബോക്സുമായിട്ട് ഇരിപ്പുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ഡൂഡിൽ കളക്ഷൻസ്, ഞാൻ ഈ കവർ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കേട്ടോ. ഡൂഡിൽ കളക്ഷൻസിൽ നിന്ന് കിട്ടിയ ഒരു പ്ലാനറിന്റെ ഒരു കിറ്റാണ്. ഹായ്, ഇത് കൊള്ളാം. ഇത് കണ്ടിട്ടില്ലേ നിങ്ങള്? ഇടയ്ക്ക് പരസ്യമൊക്കെ വരുമ്പോ അതേണ്ട ഇങ്ങനെ ഒരാളിങ്ങനെ ചാടി പിടിക്കത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ. പ്ലാനറാണ്. അപ്പൊ ഞാന് ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് പ്ലാനറിനെ കുറിച്ച് പറയാം കേട്ടോ. അപ്പൊ എനിക്ക് പ്ലാനർ, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലാനർ എന്നും പറഞ്ഞ ഒരു ബുക്ക് വാങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട്, എഴുതി വെക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ട് ഇതുപോലത്തെ പഴയ ഡയറികളൊക്കെ ഇല്ലേ, ഇത് 2015, ഇത് 2014, ഇതുപോലെയുള്ള ഡയറികളിലും ഇതുപോലത്തെ ബുക്കിലും ഒക്കെ ആയിട്ടാണ് ഞാൻ സാധാരണ കാര്യങ്ങളെല്ലാം എഴുതി സൂക്ഷിക്കാറുള്ളത്. എനിക്ക് എഴുതി വെക്കുന്നതാണ് എനിക്ക് കുറെ കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളത്. പലർക്കും പല രീതിയായിരിക്കും, എഴുതാതെ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും ഉണ്ടാവാം. അപ്പോ അതുകൊണ്ട് അവർ ഇത് നോക്കണം കാണണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത് ഒട്ടും ഉപയോഗമുള്ളതല്ല. നിങ്ങൾക്ക് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് തോന്നും കേട്ടോ. പക്ഷേ നിങ്ങളെ പോലെ മിടുക്കരല്ലാത്ത, അല്ലെങ്കിൽ അത്രയ്ക്കും മിടുക്കില്ലാത്ത നമ്മളെ പോലെ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്, എന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന. എനിക്കാണെങ്കിൽ എഴുതി വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത്. ഇപ്പതാ ഇതിന്റെ ഭംഗിയൊന്നും നോക്കരുത്, ഇടയ്ക്ക് മക്കളുടെ അടുത്ത് കുത്തി വരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഈ എഴുതി വെക്കുന്നതല്ലേ, എത്രയായാലും അതിൻ്റെതായ ഒരു ഇത് ഉണ്ടാവും. അപ്പൊ വരവ് ചെലവ് കണക്ക് മാത്രമല്ല ഞാൻ ഇതിൽ എഴുതുന്നത്, എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് എഴുതും. പിന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇതില് മിക്കപ്പോഴും എഴുതാറുള്ളത് അതാണ്. വീഡിയോ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റിനെ കുറിച്ച് പറയുമ്പം ഞാൻ മിക്കപ്പോഴും ആ കണ്ടന്റിനെ കുറിച്ച് എഴുതും. അതുപോലെ തന്നെ മിക്കവാറും കാര്യങ്ങൾ ഞാൻ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടായിരിക്കും വീഡിയോ ചെയ്യുക. പലരും പറയാറുണ്ട് എൻ്റെ വീഡിയോസിൽ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്, മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കേട്ടിരിക്കാൻ തോന്നും എന്നൊക്കെ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന്റെ പിറകിൽ കുറച്ച് മെനക്കെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയും കൊള്ളാം എന്ന് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും എഴുതി വെക്കാതെ ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് എഴുതി വെക്കാൻ. പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടന്റിന്റെ കാര്യം ഓർമ്മ വരും. അപ്പൊ അത് ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിലും എഴുതി വെക്കാൻ ബുക്ക് ഉപയോഗിക്കും. പിന്നെ നമ്മുടെ ഒരു ഡേ തന്നെ പ്ലാൻ ചെയ്യാൻ, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാനിത് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തുമ്പോൾ ഞാൻ അതങ്ങ് വിട്ടുപോകും. അതായത് നമുക്കിപ്പോ ഒരു 5 കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ഞാനൊരു 2-3 കാര്യം ചെയ്യും, 4-5 ഏതിൻ്റെങ്കിലും ഇടയിൽ അങ്ങ് വിട്ടുപോകും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു പ്ലാനിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് അതങ്ങ് പോകും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി ചെയ്യേണ്ട കാര്യം അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി ഡിലേ വന്ന വേറൊന്ന് നമുക്ക് സമയം തെറ്റുമല്ലോ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോവും. ചിലപ്പോൾ വരണ വഴിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമെന്ന് വിചാരിക്കും, അത് മറന്നു പോവും. അങ്ങനെ ഒരുപാട് പ്രാവശ്യം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഡെയിലി ഉള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അതായത് പണ്ട് അമ്മയൊക്കെ ആണെങ്കിൽ എന്നെ വന്ന് ഈ ബുക്ക് എന്നെ കാണുമ്പോ എന്നെ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നേ. ഇതിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, ലഞ്ച് എന്താണ്, ഡിന്നർ എന്താണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എന്ത് കാര്യവും ടു ഡു ലിസ്റ്റ് എന്നും പറഞ്ഞ അത് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യണം, അത്. പിന്നെ ബർത്ത്ഡേ പാർട്ടി കണ്ട, ഇത് മാധുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഇതുപോലെ എഴുതി വെക്കും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ നേരത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിനെന്തൊക്കെ വേണം, എത്ര ദിവസമാണ്, നമ്മൾ എന്തിനാണ് പോകുന്ന പർപ്പസ്. ഇപ്പൊ ഇന്നാളെ തന്നെ മലപ്പുറത്ത് പോയത് കസിന്റെ കല്യാണത്തിനാണ്. അപ്പൊ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ് വേണം, തലേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കുമ്പോൾ ഇടാൻ,
അതുപോലെ നമ്മൾ പോകുമ്പം അങ്ങോട്ട് ഇട്ടോണ്ട് പോവാൻ, ഇങ്ങോട്ട് ഇട്ടോണ്ട് വരാൻ. പിന്നാണ്ട് ഗവൺമെന്റ്സ്, കല്യാണം ആവുമ്പോ മേക്കപ്പ്, ഓർണമെന്റ്സ്, ജുവലറീസ് ഉണ്ടാവുമല്ലോ പിള്ളേർക്കായാലും എനിക്കായാലും ഒക്കെ. കമ്മല്, മാല, വള, പൊട്ട്, ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും ഞാൻ എഴുതി വെക്കും, ചെരുപ്പ് ഉൾപ്പെടെ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ അതനുസരിച്ച് എടുത്തു വെച്ച്, എന്നിട്ട് ലാസ്റ്റ് നമ്മള് പോവാൻ ഇറങ്ങണ സമയത്തല്ല, അതിന് കുറച്ച് മുമ്പേ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. മിക്ക സമയത്തും നമ്മൾ ആ എഴുതി വെച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടാവൂല. ആ അവസാന നിമിഷം നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇത് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മൾ ആ എഴുതി വെച്ചത് കൊണ്ടാണ് ആ അവസാന നിമിഷം അത് എടുക്കാൻ പറ്റുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഞാൻ ഈ എഴുതി വെക്കാറുണ്ടെങ്കിലും വേറെ പഴയ ബുക്കൊക്കെ ഉണ്ട്, തീരുമ്പോ ഇതുപോലെ പഴയ ഡയറികളൊക്കെ കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചാണ് എഴുതാറുള്ളത്. സാധാരണ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളെങ്കിലും ഇപ്രാവശ്യം എന്തോ എനിക്കൊരു പ്ലാനർ ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് കരുതി എന്റെ ഫസ്റ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയുണ്ട് എന്താണ് എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ആകെ പരിചയം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. പാക്കിംഗ് ഒക്കെ കൊള്ളാൻ കേട്ടോ. ഈ കവറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും അത് കഥയും വായിച്ചുകൊണ്ടിരുന്ന് നമുക്ക് സമയം കളയാതെ നമുക്കിതൊന്ന് തുറന്നു നോക്കാമേ. അപ്പതാ നിങ്ങളെ ഒപ്പുവാണേ തുറക്കണ. ആദ്യം ഞാൻ കണ്ടില്ല, നോക്കട്ടെ. സേ ഹലോ ടു യുവർ ന്യൂ ഫേവറേറ്റ്. ഹായ്, ഹലോ. ഈ പ്ലാനർ ഈ വർഷം എന്തായാലും ഉപയോഗിക്കുമല്ലോ. ഉപയോഗിച്ചിട്ട് കുറെ നാള് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. പ്ലാനർ ആയിട്ട് വാങ്ങണോ അതോ എൻ്റെ പഴയ ഇതുപോലത്തെ ബുക്കുകളൊക്കെ മതിയോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് ഞാനൊരു ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ എഴുതി സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് എനിക്കങ്ങനെ ഇത് തന്നെ വാങ്ങണം, പൈസ മുടക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇതുപോലത്തെ ഡയറികളോ ബുക്സോ ഒക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതെന്തുവാണെന്നറിയാമോ? ഇത് ഈ ഒറിഗാമി, ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂല, ഇങ്ങനെ പേപ്പർ വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങളെയാണ് ഒറിഗാമി എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്യാനുള്ള പേപ്പറാണ് കേട്ടോ ഇത് അവരുടെ താങ്കിങ് നോട്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് പിള്ളേരില്ലാത്തപ്പം ഓപ്പൺ ചെയ്യാൻ കാണിച്ചത് നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ പോലും കിട്ടൂലായിരുന്നു കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. ഇതൊരു ഡയറിയാണ്, ഒരു ഹാൻഡ് ബുക്ക് പോലെ കേട്ടോ. നമുക്ക് ബാഗിലൊക്കെ, ചെറിയ ബാഗിൽ പോലും വെക്കാൻ പറ്റുന്ന, എൻ്റെ ബാഗിലൊക്കെ ചെറിയ ബാഗില്ലേ അതിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. നല്ല രസമുണ്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ. അപ്പൊ ആ ഒരു ഡയറി ഉണ്ട്. പിന്നെ 2 ബുക്ക് മാർക്ക് ഉണ്ട് കേട്ടോ. ജസ്റ്റ് 1 more chapter, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. ബുക്ക് മാർക്ക് വായിക്കും. നമ്മളിവിടെ അത്യാവശ്യം നമ്മളെല്ലാവരും ബുക്ക് വായിക്കുന്ന ഒരു ത്വരയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് വായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാച്ചാരാണ്. അതെടുത്ത് പൊക്കി വെച്ചിട്ട് ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എടുത്ത് 1 പേജോ 2 പേജോ അല്ലെങ്കിൽ ഒരു 5 പേജോ ഒക്കെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് 101 കാര്യങ്ങൾ എക്സ്ട്രാ വരും, അതിന്റെ പിറകെ പോകും. അതുകൊണ്ട് ബുക്ക് വായന ഇപ്പൊ ഇച്ചിരി കുറവാണ്. വായിച്ചു തുടങ്ങിയത് ആരാച്ചാരാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അല്ലാതെ ബുക്സ് ഒക്കെ വായിക്കും കേട്ടോ ഞങ്ങള്. ശുഭിച്ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ്, പൊന്നൂനും ഇഷ്ടമാണ്, മാധുവിന് പിന്നെ പൊന്നു കൂടെ ഇരുന്ന് പറഞ്ഞും വായിച്ചും ഒക്കെ കൊടുക്കും. പഴയ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ പൊന്നുവിന്റെ, വിബി കിഡ്, അതൊക്കെ അതാകുമ്പോ ഇച്ചിരി പടവും ഒക്കെ ഉള്ളത് കൊണ്ട് പിള്ളേർക്കും അട്രാക്റ്റീവ് ആയിരിക്കും. നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. കുട്ടികളിൽ റീഡിങ് ഹാബിറ്റ് വളർത്തുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ 2 മോട്ടിവേഷണൽ കാർഡാണ് കേട്ടോ. ഇറ്റ്സ് ഗോൺ ബി എ ഗ്രേറ്റ് ഇയർ, ഫോളോ യുവർ ഡ്രീംസ്, ദേ നോ ദ വേ, it's going to be a great day, let's have adventures under the stars. നമ്മള് ഇതൊക്കെ ഇല്ലേ, അഫർമേഷൻ, പിന്നെന്തോ അതിനെ പറയണേ, പോസിറ്റീവായിട്ട് നമ്മൾ എന്ത് തിങ്ക് ചെയ്യുന്നോ, അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ
ചിന്തിക്കുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഭാവിയിലും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അഫർമേഷൻസും അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അതിലൊക്കെ ഇച്ചിരി വിശ്വാസം എന്നല്ല, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇച്ചിരി വിശ്വാസമുള്ളതാണ് കേട്ടോ. അപ്പൊ ദൈവം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഭയങ്കര വിശ്വാസവും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവമായിട്ട് കാണുന്നത് വിഗ്രഹങ്ങളും വിഗ്രഹാരാധനയും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ സൈഡിൽ കൂടെ നമ്മൾ ജനിച്ച് വളർന്നപ്പോഴേ കണ്ട് ശീലിച്ചതായതുകൊണ്ട് അതെല്ലാം എനിക്ക് ഇഷ്ടമാണ്, അതെല്ലാം ഞാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇത് കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തികളാണ് കേട്ടോ. അപ്പൊ ഞാൻ പ്രവൃത്തിയാണ് ഈശ്വരൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയുന്ന ഒരാളും കൂടെയാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിനകത്ത് അതിട്ട് അലക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് പ്യുവർ ആയിട്ടിരിക്കും. നമ്മൾ വേറെ അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ഒരാളടുത്ത് ഒരു ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നത് ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ സേ യെസ് ഓർ നോ, അല്ലെങ്കിൽ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, ഇനി അത് വേണ്ട, അല്ലെങ്കിൽ ആ ഭാഗത്തോട്ടൊന്ന് മാറി നിൽക്കുക എന്നുള്ള ചിന്താഗതിയുള്ള ആളാണ്. അല്ലാതെ നമ്മള് അതിനെ ഇട്ട് എനിക്കിഷ്ടമല്ല പക്ഷെ എങ്കിലും എനിക്ക് പോകണം, എനിക്ക് ചില സന്ദർഭങ്ങൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ എങ്കിലും മെജോറിറ്റിയും നമ്മൾ അതൊന്നൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും, ആൾക്കാര് എന്ന് പറയുന്നതിനേക്കാളും ചിന്തകളിൽ നിന്നും നമ്മൾ എപ്പോഴും മാറി നിൽക്കുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പം അഫർമേഷൻസ് ഉണ്ട്. ഈ യൂട്യൂബ് ചാനലായാലും ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചിലപ്പോ മുമ്പേ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഇങ്ങനെ ഇമാജിൻ ചെയ്ത പല കാര്യങ്ങളും ഈവൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഞാൻ യൂട്യൂബിന്റെ കാര്യമാണല്ലോ പറയുന്നത്, യൂട്യൂബ് ചാനലിന്റെ ഇതിൽ തന്നെ ഞാൻ എനിക്ക് തന്നെ അയ്യോ ഇതോ എന്ന് തോന്നിയിട്ടുണ്ട്. അതിനൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ്, ഞാൻ ഈ ചാനല് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലെന്നല്ല, ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, മാധുവിന്റെ ബർത്ത്ഡേ സമയമാകുമ്പോൾ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പൊ മാധുവിന്റെ ബർത്ത്ഡേ കേക്കും നമ്മുടെ 1Kയുടെ കേക്കും കൂടെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ എന്തോ നമ്മളിങ്ങനെ തുടങ്ങിയ ആ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടാമത്തെയോ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയ ഒരു കാര്യമാണ്. ഞാനത് ഓക്കെ, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നേനെ, എന്ത് രസമായിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. അത് ഞാൻ അങ്ങ് വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ജോലിയായിട്ട്, അതായത് യൂട്യൂബുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ വീഡിയോസും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മളെ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒക്ടോബർ 18 മാധുവിന്റെ ബർത്ത്ഡേ വന്നിട്ട്. അപ്പൊ ഒക്ടോബർ 18 നമ്മൾ മാധുവിന്റെ കേക്ക് കട്ട് ചെയ്യുന്നു. അടുത്ത നമ്മൾ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സിന്റെ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇട്ടത്. അപ്പൊ പക്ഷെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ, മാധുവിന്റെ ബർത്ത്ഡേയുടെ അന്നാണ് നമുക്ക് 1K ആയത് കേട്ടോ. അന്ന് ഒരു 10-11 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൽ 1K ആയി. അപ്പൊ തന്നെ എനിക്കത് ഭയങ്കര വലിയൊരു ഇതായിരുന്നു. ഈശ്വര, ഞാന് അന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നമ്മള് ചിന്തിക്കുക, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുക, അപ്പൊ നമുക്ക് തനിയെ സംഭവങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പൊ നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതെ എല്ലാവരും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇരിക്കട്ടെ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള അത് എങ്ങനെയാണ് ഞാൻ അത് അഫർമേഷൻസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ് പിറ്റേ ദിവസം ചെയ്തോളണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം അതെന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതിനെ കുറച്ച് റെഫറൻസ് ചെയ്യണം. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ബോർഡൊക്കെ നമ്മുടെ പേളി മാനി യൂട്യൂബ് ചാനലിൽ അടിപൊളിയായിട്ട് പേളി പറഞ്ഞിട്ടുണ്ട്, പേളി ചെയ്തിട്ടുമുണ്ട് കേട്ടോ. നല്ലൊരു ഇത്. അപ്പൊ അതേപോലെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്കും പറ്റട്ടെ. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ട് അത് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ അത് ഞാൻ ചെയ്യാം കേട്ടോ. അതിനെ കുറിച്ചൊരു വീഡിയോ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഗ്രേറ്റ് തിങ്സ് ആർ കമ്മിങ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു നമ്മുടെ ഈവിൾ ഐയുടെ ഒരു ഇതൊക്കെയാണ് കേട്ടോ. അതാ ഇതിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ.
ലാസ്റ്റ് തന്നെ നമ്മുടെ പേരൊക്കെ എഴുതാനുള്ള പേജ്. പിന്നെ ഈ ബുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഭയങ്കര അടിപൊളി പേജസും അടിപൊളിയായിട്ട് കാര്യങ്ങൾ നമുക്ക് എഴുതി സൂക്ഷിക്കാൻ പറ്റുന്ന കളർഫുൾ സംഭവങ്ങളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ബുക്സിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കളർഫുൾ ഒന്നും കിട്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ചെയ്യുന്നത് ഇതിൽ തന്നെ ഈ ബുക്കിൽ തന്നെ അവർ ഇതേപോലെയൊക്കെ വരച്ച്, എനിക്ക് തോന്നുന്നു അവര് ഓൾറെഡി പ്ലാനർ ഏതെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും, അത് വെച്ചിട്ടായിരിക്കും അത് വരയ്ക്കുകയും അത് വരച്ച് നല്ല പടം വരയ്ക്കുക. പിന്നെ അതാ ഇതേപോലെയുള്ള സ്റ്റിക്കറുകൾ കണ്ടോ, ഇതിലും ഉണ്ട് കേട്ടോ സ്റ്റിക്കേഴ്സ് കണ്ടോ, ഇതേപോലെയുള്ള സ്റ്റിക്കറുകളൊക്കെ മേടിച്ചൊട്ടിക്കുക, ഇതേപോലെ വരച്ച് വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഉപയോഗിക്കുന്നവര് ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്താലും മതി, ഇതൊക്കെ വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ഒരു രസം അത്രേ ഉള്ളൂ. ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ കേട്ടോ, അല്ല ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വർഷം ഇങ്ങനെ ഇതിൽ പോണോ അതോ മറ്റേ പഴയ രീതി തന്നെ മതിയോ എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പടമൊക്കെ വരച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് ഇച്ചിരി കൂടെ നന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ വേണം ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. ന്യൂ ചാപ്റ്റേഴ്സ് 365 ചാൻസസ്, ജാനുവരി ഫെബ്രുവരി മന്ത്ലി ഉള്ള കാര്യങ്ങൾ എഴുതാനായിരിക്കും. പിന്നെ ഇയർ ഇൻ റിവ്യൂ, ഫേവറേറ്റ് മൊമെന്റ്സ്, ബംസ് ഇൻ ദ റോഡ്, വാട്ട് വാസ് ദ മോസ്റ്റ് ചലഞ്ചിങ്, ലെസൺസ് ലേൺഡ്, ഹൗ ക്യാൻ ഐ മേക്ക് ദ നെക്സ്റ്റ് ഇയർ ബെറ്റർ, മേക്ക് ഇറ്റ് ഹാപ്പൻ, ഫേവറേറ്റ്സ് ഓഫ് ദ ഇയർ, ഇവന്റ്, സോങ്, ഷോ, മൂവി, റെസ്റ്റോറൻറ്റ്, I can and I will. To-do list, priorities, meetings, important times. It's a good day to be happy. എക്സസൈസിനൊക്കെ വേണ്ടിയിട്ട് പേജ് ഉണ്ട് കേട്ടോ, പൊളിയാണ് കേട്ടോ. ദ ബെസ്റ്റ് ഫീലിംഗ് എവർ വെൻ യു ലുക്ക് അമേസിങ്, ബീയിങ് ഇൻ ലവ്, സൺഷൈൻ, സൂപ്പർ. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, നെഗറ്റീവ് കാര്യങ്ങൾ എഴുതാനും ഉണ്ട്. ബ്ലോ യുവർ വറീസ് അവേ, ഗെറ്റിംഗ് സീക്ക്, നോട്ട് ഗെറ്റിംഗ് മൈ വർക്ക് ഡൺ. അതുപോലെ നമുക്ക് ടെൻഷൻ ഉണ്ടായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാനും ഇതില് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. പിന്നീട് ഭാവിയിൽ നമുക്ക് ഇത് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വിഷമങ്ങളെല്ലാം നാളത്തെ സന്തോഷങ്ങളായിരിക്കുമല്ലോ. പണ്ട് സ്കൂള് കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് വിഷമിച്ച കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും പോലെ. 52 weeks സേവിങ്സ് ചാലഞ്ച്, ഫിനാൻസും ഇതിലുണ്ട് കേട്ടോ. ഡെപ്പോസിറ്റ് ബാലൻസ്, ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ, അതെ ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കാനുള്ളതാണ് കേട്ടോ. ഇനിയൊന്നു നമ്മുടെ ആ വിഷൻ ബോർഡിലൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, മന്ത്ലി ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ, ഡിസംബർ വരെ 12 monthsന് വേണ്ടി. പിന്നെ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനുള്ള പേജസും ഓരോന്നിൻ്റെയും ഓരോ മന്തിൻ്റെയും ലാസ്റ്റ്. ടു ഡു ലിസ്റ്റ്, പിന്നെ ദേ ഇതുപോലെ സ്റ്റിക്കി നോട്ട്സ് അല്ലെ, ഇതിനങ്ങനെയല്ലേ പറഞ്ഞ സ്റ്റിക്കേഴ്സ്. അപ്പൊ ഇതിത്രയാണ് നമ്മുടെ ഈ ഡൂഡിലിന്റെ ബോക്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ഇത്രയാണ് നമ്മുടെ ഡൂഡിൽ ബോക്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പറയാം കേട്ടോ. നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ, പോസിറ്റീവായിട്ട് തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് ഉപയോഗിച്ചതിന് ശേഷം പറയാം കേട്ടോ, ഇങ്ങനത്തത് നല്ലതാണോ അതോ നമ്മുടെ പഴയ ആസ് യൂഷ്വൽ ഉള്ള ആ ഡയറിയലാണോ നല്ലത് എന്നുള്ളത് ഞാൻ പറയാമേ. അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ പറയാം, ഇത് ഉപയോഗിച്ചതിന് ശേഷം പറയാം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് പോകാൻ വരട്ടെ ഒരു കാര്യം കൂടെ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയണം, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ അതിനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. ഞാനൊരു വീഡിയോ ആയിട്ട് അതിടാം കേട്ടോ. അതൊരു നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, ഞാൻ വീഡിയോസ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആവും കേട്ടോ. എനിക്കത് ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.